നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്പരത്തി വെള്ളം കുടിക്കാട്ടോ. മോൾക്ക് കൊടുക്കാം. 16 വയസ്സാന്ന് പറഞ്ഞു. മെൻസസ് പീരീഡിൽ ഉണ്ടാവുന്ന വയറുവേദനയൊക്കെ മാറും ട്ടോ. പിന്നെ ഈ മെൻസസ് പീരീഡിൽ എന്തുകൊണ്ട് വയറുവേദന എന്ന് ഞാൻ പറഞ്ഞല്ലോ. കാലുവേദന, കൈവേദനയൊക്കെ ഉണ്ടാവും. നമ്മുടെ ആ സമയത്താണ് നമ്മുടെ ശരീരത്തിലുള്ള അയണും കാൽസ്യവും ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അയണും കാൽസ്യവും അടങ്ങിയ ആയുർവേദ ടോണിക് കിട്ടും ട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കുക. 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ പീരീഡ്സിന് 4 ദിവസം മുമ്പ് കൊടുക്കാം കേട്ടോ. അയണും കാൽസ്യം കൂടുമ്പോൾ തന്നെ വയറുവേദനയും കാലുവേദനയും ഒക്കെ മാറും കേട്ടോ. മൊത്തത്തിലുള്ള ക്ഷീണം മാറും കേട്ടോ. കുട്ടിക്കും ഹൈബിസ്കസ് വെള്ളം നല്ലതാണ് കേട്ടോ. ചെമ്പരത്തി വെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഈ ചെമ്പരത്തി വെള്ളം കുടിക്കാൻ പാടില്ലാത്തത് പ്രഗ്നൻസി സ്റ്റേജിലുള്ളവർ കഴിക്കാൻ പാടില്ല കേട്ടോ. അതുപോലെ ലോ പ്രഷർ ഉള്ളവരും ഇത് കഴിക്കണ്ട. ഹൈബിസ്കസ് പ്രഷറിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഹൈ പ്രഷർ ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. ഇത് ഈ ഞാൻ പറഞ്ഞല്ലോ മെൻസസ് പീരീഡിൽ സൈക്ലിംഗ് സ്റ്റിമുലേറ്റ് ചെയ്യണ കാരണം ഇതിന് ഈ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രഗ്നൻസി സ്റ്റേജിലുള്ളവർ ഇത് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ നല്ലത്. അല്ലാത്തവർക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. ഹൈബിസ്കസിൻ്റെ ടീ ഒക്കെ ഉണ്ടാക്കാം നമുക്ക്. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് കേട്ടോ. ഓരോ ദിവസം വന്ന് പറഞ്ഞുതരാം. പിന്നെ ഈ കട്ട ചെമ്പരത്തിയുടെ ഉപയോഗം അതും സെയിം തന്നെയാണ് കേട്ടോ. നല്ല വിറ്റാമിനും ന്യൂട്രീഷനും എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമുക്ക് സെയിം യൂസ് ചെയ്യാം. പിന്നെ താളിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ജെല്ലായിട്ട് ഉപയോഗിക്കാം. പൂവ് എണ്ണ കാച്ചാൻ ഉപയോഗിക്കാം. ഹെയർ ലോസിനെ ഇല്ലാതെയാക്കും. ഹെയർ ഗ്രോത്തിനെ വർദ്ധിപ്പിക്കും കേട്ടോ. ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കും. പിന്നെ ഡാൻഡ്രഫിനെ ഇല്ലാതാക്കും. സെയിം ഉപയോഗം തന്നെ കേട്ടോ. മഞ്ചിതളുണ്ടെങ്കിൽ ഈ കട്ടച്ചെമ്പരത്തി ആണെങ്കിൽ ഇതുപോലെ നമുക്ക് ഇതുപോലെ ഈ താളിക്കൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ലതാണ് കേട്ടോ. പിന്നെ ഈ പൈപ്പ് വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു. പൈപ്പ് വെള്ളം ഒന്നും കൊണ്ടും പേടിക്കണ്ട കേട്ടോ. സാധാരണ ഈ പൈപ്പ് വെള്ളം വെച്ച് തല കഴുകിയാൽ മുടി പോകും. അത് ക്ലോറിൻ കൂടുതലുള്ളത് കൊണ്ടാണ് അങ്ങനെ ചാൻസസ് ഉള്ളത് കേട്ടോ. നമ്മൾ ടാങ്കിലല്ലേ വന്ന് കിടക്കുന്ന വെള്ളം, ഡയറക്റ്റ് അല്ലല്ലോ. അപ്പോൾ ടാങ്കിൽ വെള്ളം വന്ന് കിടക്കുമ്പോൾ അതിൻ്റെ ക്ലോറിൻ്റെ എഫക്റ്റ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്ത് തല കഴുകുമ്പോഴൊക്കെ ആ പ്രശ്നം വരുന്നില്ല കേട്ടോ. ഇനി ഡയറക്റ്റ് വെള്ളം വരുന്നവരാണെങ്കിൽ ഒരു ബക്കറ്റിൽ ഇത് പിടിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം തല കഴുകാം കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ ഈ വെള്ളം പിടിച്ചു വെച്ചാൽ മതി കേട്ടോ. ഞാനും ആദ്യമൊക്കെ വീട്ടിലെ കിണർ വെള്ളമായിരുന്നു. പിന്നെ കല്യാണം കഴിച്ച് വന്നപ്പോൾ അത് പൈപ്പ് വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും ആ പേടി ഉണ്ടായിരുന്നു, ക്ലോറിൻ്റെ അല്ലേന്ന്. പക്ഷേ ടാങ്കിൽ വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ ആ ക്ലോറിൻ്റെ പ്രശ്നം വരുന്നില്ല കേട്ടോ. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അങ്ങനെ ക്ലോറിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം പിടിച്ച് വെക്കുക കേട്ടോ. ഞാനും സ്ഥിരം പൈപ്പ് വെള്ളത്തിലാണ് കഴുകണം കേട്ടോ. പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തലേ ദിവസം വെള്ളം പിടിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് ക്ലോറിൻ ചുവ ഉണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം തലേ ദിവസം എടുത്തു വെച്ചാൽ മതി കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് തലയിൽ ഒഴിക്കാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പോംവഴി. പിന്നെ ഞാൻ ചുക്കുവെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ദാഹശമനിയിട്ട വെള്ളമൊക്കെ ഉണ്ടല്ലോ, ചുക്കിട്ടാണെങ്കിലും അന്നൊന്നും ഉപയോഗിക്കാം കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് ഉപയോഗിക്കാതിരുന്നാൽ മതി. പിറ്റേ ദിവസം രാവിലെ വരെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ചില കൊഴുപ്പ്, ഈ ചെമ്പരത്തി ആയതുകൊണ്ട് കൊഴുപ്പ് പോലെ തോന്നും നമുക്ക് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ വരെ ഇരുന്നാലും പ്രശ്നമില്ല. പക്ഷേ ഈ ടേസ്റ്റ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു കൊഴുപ്പ് പോലെ വരും കേട്ടോ. അപ്പോൾ അന്നേക്കുള്ള വെള്ളം തിളപ്പിച്ചാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ദിവസത്തേക്കുള്ള വെള്ളം ആവശ്യത്തിന് തിളപ്പിച്ച് നിങ്ങൾ കുടിക്കാം കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് ഇത് കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇഞ്ച കിട്ടുമ്പോൾ, ഇഞ്ച ഉണ്ടല്ലോ, ഇഞ്ച മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടും. ഇഞ്ച നമ്മൾ കുളിക്കുന്നതിന് തലേ ദിവസം മുമ്പ് കുറച്ചെടുത്തിട്ട് കുതിർത്തി വെക്കാം. കുതിർത്തി വെച്ച് പിറ്റേ ദിവസം നമ്മളത് ഞെരടി ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും പത പോലെ വരും കേട്ടോ. ആ പത നമുക്ക് ചെമ്പരത്തി, ഇപ്പോൾ വെള്ളിലം താളിയുടെ ചെമ്പരത്തി പറഞ്ഞല്ലോ, അതുപോലെ ചെമ്പരത്തിയുടെ താളി, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഈ ഇഞ്ചിയുടെ വെള്ളം കൂടി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇഞ്ച ഇട്ട വെള്ളം ചേർക്കുന്നതാണ്. ഇഞ്ച തലയിൽ ഡയറക്റ്റ് തേക്കണ്ട, ചകിരി പോലെ ഇരിക്കുമല്ലോ, അത് വേണ്ട. ഇഞ്ച കുതിർത്തിയ വെള്ളം കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ പത പോലെ ഉണ്ടാവും, ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ അത് ചെളി പോവാൻ നല്ലതാണ് കേട്ടോ.
ഇഞ്ച നമ്മളിപ്പോൾ അമ്പലങ്ങളിലൊക്കെ പ്രതിഷ്ഠയ്ക്ക് ഇഞ്ച തേച്ച് എണ്ണ തേച്ചൊക്കെ കുളിപ്പിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പം ഇഞ്ച ഏറ്റവും നല്ലതാണ് കേട്ടോ. അന്നേക്ക് ഇതുപോലെ ഉപയോഗിക്കാം നിങ്ങൾ ധാരാളം കേട്ടോ. ഹൈബിസ്കസ് ചെയ്ത് ഇപ്പോൾ 5 ഇതളുള്ളത് തിളപ്പിച്ച് കുടിക്കാം. അപ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ. ഈ ചെമ്പരത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ആയുർവേദത്തിലെ ട്രഡീഷണൽ ആയിട്ട് പണ്ടേ മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഏറ്റവും നല്ല ഉത്തമമായ ഒരു ഔഷധമാണ് ചെമ്പരത്തി കേട്ടോ. ചെമ്പരത്തിക്ക് നല്ല നല്ല ഗുണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. അപ്പോൾ ചെമ്പരത്തി ആരും വെറുതെ കളയണ്ട കേട്ടോ. അതുപോലെ ഇല്ല നട്ടുപിടിപ്പിച്ചു എന്ന് പറഞ്ഞു കേട്ടതിൽ വളരെ സന്തോഷം കേട്ടോ. ഇതെല്ലാം നട്ടുപിടിപ്പിക്കാം. പിന്നെ വെള്ളിലന്താളി ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പഴയ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ അവർക്ക് അറിയാൻ പറ്റും കേട്ടോ. പച്ച കളറും പിന്നെ വെള്ള കളറും പൂവുണ്ടാവുന്നതിന് മുമ്പ് വെള്ള കളറോട് ഇല പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ പൂവാകുമ്പോൾ കാണിച്ചു തരാം, ഇന്നലെ പറഞ്ഞ പോലെ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ആ ഉലുവയുടെ തേച്ചിട്ടുണ്ടായിരുന്നല്ലോ, തേച്ച് കഴുകിക്കളഞ്ഞാണ് കേട്ടോ. പിന്നെ കൂടാതെ ഇന്ന് രാവിലെ ജെല്ല് തേച്ചു. അന്ന് എടുത്തു വെച്ച ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലാണ് തേച്ചത് കേട്ടോ. എണ്ണയൊന്നും തേച്ചില്ല, ജെല്ല് വെറുതെ എടുത്ത് തേച്ചത് കേട്ടോ. ജെല്ല് എൻ്റെ മോനും ഇതുപോലെ ഷാമ്പു തേച്ചിരുന്നു, ആയുർവേദ ഷാമ്പു. അപ്പോൾ ഞാൻ ഷാമ്പുവിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാറില്ല, കുട്ടികളല്ലേ പറയുമ്പോൾ അവർക്ക്. പക്ഷേ ഷാമ്പു തേക്കാതെ ശരിയാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നും വിഷമമായിരുന്നു, മുടി കൊഴിഞ്ഞു പോകണു എന്നും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഷാമ്പു നിർത്തിയാലും മുടി കൊഴിച്ചിൽ മാറും, വെള്ളം ധാരാളം കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മോൻ ഇതുപോലെ ഷാമ്പു നിർത്തി. നമ്മുടെ ടിപ്സാണ് അവൻ ടിപ്സ് ഉപയോഗിക്കും, കൂടാതെ ഷാമ്പു തേച്ചിരുന്നു. അപ്പോൾ പിന്നെ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെയല്ലേ നിൽക്കുള്ളൂ. അപ്പോൾ അവനോട് പറഞ്ഞപ്പോൾ പിന്നെ ഷാമ്പു മുഴുവനായിട്ടും നിർത്തി കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ ഷാമ്പു നിർത്തി, ടിപ്സും ജെല്ലും ഉപയോഗിച്ച് തുടങ്ങി. പിന്നെ അവന് മുടി ഇപ്പോൾ കൊഴിച്ചിലൊന്നും ഇല്ല കേട്ടോ. ഞാൻ തേച്ച് കൊടുക്കാറുണ്ട് നമ്മുടെ ടിപ്സ് ജെല്ലെല്ലാം കേട്ടോ. താളിയും അതും വലിയ ഇഷ്ടമാണ് അവന്. അപ്പോൾ എപ്പോഴും തേച്ച് കൊടുക്കാൻ പറയും. അപ്പോൾ ഷാമ്പു പൂർണ്ണമായിട്ടും നിർത്തി. അപ്പോൾ ഇന്നിപ്പോൾ എന്നോട് പറഞ്ഞു ഷാമ്പു നിർത്തിയത് കൊണ്ട് മുടി കൊഴിച്ചിലൊന്നും ഇല്ല കേട്ടോ എന്ന്. പണ്ട് എപ്പോഴും സങ്കടമായിരുന്നു, മുടി കൊഴിയണു എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിക്കാം കേട്ടോ. മുടി കൊഴിയണു എന്ന് പറയുമ്പോൾ ഷാമ്പു ആദ്യം നിർത്തിക്കാം കേട്ടോ. പല ഷാമ്പും തേച്ചിരുന്നു, അപ്പോൾ അതെല്ലാം നിർത്തിയപ്പോൾ മുടി കൊഴിച്ചിലൊന്നും ഇല്ല കേട്ടോ. കുട്ടികളാകുമ്പോൾ നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് ആ ഷാമ്പു ഉപയോഗിച്ച് മുടി ഇങ്ങനെ പതപ്പിച്ച് കിടക്കാം, അതാണ് ഇഷ്ടം അവർക്ക്. അപ്പോൾ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ ദോഷങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വലിയ ആൾക്കാരാണെങ്കിൽ ഷാമ്പു ഉപയോഗിക്കേണ്ട കേട്ടോ. പിന്നെ അത്ര അത്യാവശ്യമാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഉലുവ വെറുതെ കുതിർത്തി പിറ്റേ ദിവസം തേച്ചാൽ മതി കേട്ടോ. അരയ്ക്കാൻ സമയമില്ലാത്തവരോട് കുതിർത്തിയിട്ട് പിറ്റേ ദിവസം ഞരടി പിഴിഞ്ഞെടുത്താലും മതി. ആ വെള്ളം തേച്ചോളൂ, ഷാമ്പൂവിനൊക്കെ പകരമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് കേട്ടോ. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നാളെ കാണാം. എല്ലാവർക്കും നല്ല വരട്ടെ.